السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله أما بعد. ബഹുമാനമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും കനിഞ്ഞരുളിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. ആ മക്കൾ വലുതാകണം, വലിയ ജോലിക്കാരാകണം, മാതാപിതാക്കളെ നോക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം, കുടുംബം നോക്കണം എന്നുള്ള നൂറ് പ്രതീക്ഷകളോടുകൂടി നമ്മൾ മക്കളെ വളർത്തുന്നുണ്ട്. ആ മക്കൾ പഠിച്ച് വലുതായി വലിയ ജോലിക്കാരായി കഴിയുമ്പോൾ മാതാപിതാക്കൾ ഒരു അധികപ്പറ്റായി തീരുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. മക്കൾ വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ ഒരു കല്യാണം ചെയ്തു കഴിഞ്ഞാൽ ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. ആ മക്കൾ മാതാപിതാക്കൾ ചെയ്യുന്നത് കുറ്റം, പറയുന്നത് കുറ്റം, എല്ലാം കുറ്റം കണ്ടുപിടിച്ച് വഴക്കുണ്ടാക്കി ആ വീട്ടിൽ നിന്നും ആ മാതാപിതാക്കൾ ഇറക്കിവിടുന്ന മക്കളുണ്ട്. അങ്ങനെയുള്ള മക്കൾ ചിന്തിക്കണം, ഞാൻ ഈ രീതിയിൽ ആയത് എൻ്റെ മാതാപിതാക്കളുടെ അധ്വാനം കൊണ്ടാണ്, എൻ്റെ മാതാപിതാക്കളുടെ കഴിവ് കൊണ്ടാണ്. മാതാപിതാക്കളെ സ്നേഹിക്കണം, മരണം വരെ അവരെ നോക്കണം എന്നൊരു തോന്നൽ, ഒരു തീരുമാനം മക്കൾക്കുണ്ടാണ്. അല്ലാതെ നിസ്സാരമായ കാര്യം പറഞ്ഞ മക്കൾ വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ ഇറക്കി വിടുന്നത് അള്ളാഹും അവൻ്റെ റസൂലും വെറുത്ത ഒരു സംഭവമാണ്. മാതാപിതാക്കൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി കുറേ നാൾ കഴിയുമ്പോൾ എവിടെയെങ്കിലും വെച്ച് മാതാവിനെയോ പിതാവിനെയോ കണ്ടാൽ കെട്ടിപ്പിടിച്ച് അവരെ തോളെ കൈയിട്ട്, അല്ലെങ്കിൽ ഒരു മിഠായി അവരെ വായിൽ വെച്ച് കൊടുത്ത്, അല്ലെങ്കിൽ ഒരു പഴം പൊളിച്ച് അവരെ വായിൽ വെച്ച് കൊടുത്ത്, ഇത് മൊബൈലിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ അത് പോസ്റ്റ് ചെയ്ത് ജനങ്ങൾ അറിയിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ചില മക്കൾക്ക്. അതുപോലെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഇത് മക്കൾ മാതാപിതാക്കൾ എൻ്റെ കൂടെയാണ്, ഞാനാണ് അവരെ നോക്കുന്നത്, സംരക്ഷിക്കുന്നത് ഞാനാണ് എന്നും ജനങ്ങളോട് വരുത്തി തീർക്കാൻ വേണ്ടി, ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന മക്കളുണ്ട്. അത് ആവശ്യമുള്ള കാര്യമല്ല, ജനങ്ങൾ അറിയേണ്ട കാര്യമല്ല. മാതാപിതാക്കൾ നമ്മളെ വളർത്തിയതുപോലെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത്, അവർ പ്രായമാവുന്ന സമയത്ത് ആ മാതാപിതാക്കളെ മക്കൾ വേണം സംരക്ഷിക്കാൻ. നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിടക്കാനുള്ള സ്വർഗം മാതാപിതാക്കൾ തീരുമാനിക്കണം. എൻ്റെ മക്കൾ സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ എന്ന് അവർ തീരുമാനിക്കണം. ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഒരിക്കൽ മാതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ, ഞാനൊരു യാത്ര പോവുകയാണ്, വരാൻ കുറേ വൈകും. ഞാൻ വരുമ്പോൾ ഉമ്മാക്ക് എന്തെങ്കിലും കൊണ്ടുവരാനുണ്ടോ, ഉമ്മാക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ മാതാവ് പറയുന്ന, മോനെ, നീ വരുമ്പോൾ എനിക്ക് സ്വർഗത്തിൽ നിന്നും ഒരുപിടി മണ്ണ് കൊണ്ട് തന്നാൽ മതി, എനിക്ക് മറ്റൊന്നും വേണ്ട. ഇത് കേട്ട് മനസ്സിലാക്കിയ മകൻ ഉമ്മ നിന്ന ഭാഗത്ത് നിന്ന് ഉമ്മയുടെ വലുത് കാല് പൊക്കി മാറ്റിയിട്ട് ആ ഉമ്മ കാല് ചവിട്ടിയ ഭാഗത്തു നിന്നും ഒരുപിടി മണ്ണ് വാരി ഉമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, സ്വർഗവും സ്വർഗത്തിലെ മണ്ണും എല്ലാം ഇത് തന്നെയാണ് ഉമ്മ. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കിടക്കാനുള്ള സ്വർഗം മാതാവിൻ്റെ കാൽ കീഴിലാണ്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോരുത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുത്ത് റസൂലുള്ളാഹിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബിയായിരുന്നു അൽഖമ റളിയല്ലാഹു അൻഹ. മാതാവുമായിട്ട് ഒരല്പം സ്നേഹക്കുറവിലും പിണക്കത്തിലുമായിരുന്നു എങ്കിലും അവസാന സമയം സക്രാത്തിൻ്റെ അവസ്ഥയിൽ മാതാവ് പൊരുത്തപ്പെട്ടു കൊടുക്കുകയും അൽഖമ റളിയല്ലാഹു അൻഹു വഫാത്താവുകയും ചെയ്തു. ആ അൽഖമ റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത് ഖബറിൽ വെച്ചതിന് ശേഷം മുത്ത് റസൂലുള്ളാഹി ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം കേട്ട് സ്വഹാബാക്കളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. എന്താണ് ആ പ്രസംഗം? യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസാർ മൻ ഫളല സൗജത്തുഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വൻ നാസി അജ്മഈൻ ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദിലൻ ഇല്ലാ അൻ യതൂബ ഇലല്ലാഹി അസ്സ വജല്ല വലാ യഹ്സുനു ഇലൈഹാ വയത്ലുബു റിളാഹാ വറിളല്ലാഹി ഫീ റിളാഹാ വസുഖത്തല്ലാഹി ഫീ സുഖ്തിഹാ എന്ന് തുടങ്ങുന്ന ഒരു പ്രസംഗം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പ്രസംഗിച്ചു. സഹാബാക്കളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. തൻ്റെ ഭാര്യയ്ക്ക് മാതാവിനേക്കാൾ ശ്രേഷ്ഠത ആര് കൊടുത്താലും ഫർളും സുന്നത്തുമായ ഒരു അമലുകളും അല്ലാഹു തആല അവനിൽ നിന്നും സ്വീകരിക്കുകയില്ല. മാത്രമല്ല അള്ളാഹും അവൻ്റെ മലക്കുകളും സർവ്വജനങ്ങളും അവനെ ശപിക്കുകയും ചെയ്യും എന്ന് തുടങ്ങുന്ന ഒരു പ്രസംഗമാണ്. നീണ്ട പ്രസംഗം മുത്ത് റസൂലുള്ളാഹി അവിടെ വെച്ച് ചെയ്തു. അതുകൊണ്ട് എൻ്റെ മക്കൾ മാതാപിതാക്കൾ ഒരിക്കലും വെറുപ്പിക്കരുത്, അനുസരണക്കേട് കാണിക്കരുത്. നിങ്ങളോടുള്ള ഒരുപാട് പ്രതീക്ഷ മനസ്സിൽ വെച്ചുകൊണ്ടാണ് മാതാപിതാക്കൾ നമ്മളെ വളർത്തുന്നത്. അതുകൊണ്ട് എനിക്ക്
ഒരുപാട് പറയാൻ ആഗ്രഹമില്ല. മാതാപിതാക്കൾ അനുസരിക്കാത്ത മക്കളുണ്ട്, ആങ്ങളമാരുണ്ട്, അല്ലെങ്കിൽ ഭർത്താക്കന്മാരുണ്ട്. അങ്ങനെ അനുസരണക്കേടോ അല്ലെങ്കിൽ മദ്യം, ലഹരി അതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കെട്ട വഴിയിൽ നടക്കുന്ന ആ മക്കളെ നന്നാക്കാൻ, അല്ലെങ്കിൽ ആ ഭർത്താക്കന്മാരെ നന്നാക്കാൻ, അല്ലെങ്കിൽ ആ സഹോദരങ്ങളെ നന്നാക്കാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം. വുളു ചെയ്യുന്നവരാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. പൈപ്പിൻ്റെ ചുവട്ടിൽ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ കുനിഞ്ഞ് നിന്ന് വുളു ചെയ്യുക. വുളു ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം? മുഖം 3 പ്രാവശ്യം കഴുകുക. വലത് കൈ 3 പ്രാവശ്യം കഴുകുക, ഇടത് കൈ 3 പ്രാവശ്യം കഴുകുക. മുഖത്തുകൂടിയും കയ്യിൽ കൂടിയും ഒഴുകുന്ന വെള്ളം ഈ പാത്രത്തിൽ വീണാൽ അതിൽ നിന്നും ഒരു അര ഗ്ലാസ് വെള്ളം എടുത്ത് ഇൻശറാഹ സൂറത്ത്, അലം നശ്റഹ് ലക സദ്റക എന്ന് തുടങ്ങുന്ന സൂറത്ത് 33 പ്രാവശ്യം ഓതി ആ വെള്ളത്തിൽ ഊതണം. അത് കുടിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് 21 ദിവസം കൊടുക്കണം. ആ 21 ദിവസം കൊണ്ട് അവർക്ക് ബാധിച്ചിട്ടുള്ള എന്തെല്ലാം ദുസ്വഭാവങ്ങൾ ഉണ്ടെങ്കിലും അത് ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആന്റെ ഹക്ക് കൊണ്ട് അത് മാറിക്കിട്ടും. ഇത് ചെയ്യാൻ അറിയാത്തവർ ഞാൻ നമ്പർ പറഞ്ഞു തരാം. ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് അവർക്ക് ഞാൻ കാര്യം ചെയ്തു കൊടുക്കാം. 9048664848 നമ്പറിൽ ബന്ധപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ നമ്മൾ പ്രായമാകുമ്പോഴേ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ മാർഗമില്ലാത്തൊരു സാഹചര്യം വരുമ്പോഴേ നമുക്ക് ഊന്നുവടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മക്കളെ നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല സാലിഹായ മക്കളാക്കി തരട്ടെ. ഈമാനോടുകൂടി അവർക്കും നമുക്കും മരിച്ച് സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.